കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാപ്പോലിത്തൻ വികാരിയായി സ്ഥാനമേറ്റ ആർച്ച് ബിഷപ്പ് മാർ പമ്പ്ലാനി സമവായ ചർച്ചകൾക്കായി ഇന്നെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിമത വിഭാഗവുമായി ആദ്യഘട്ട ചർച്ചകൾ തുടങ്ങുന്നതിനാണ് എത്തിച്ചേരുന്നത്. എന്നാൽ വിമതരുമായി ധാരണയിൽ എത്തിച്ചേർന്നതായി അറിയുന്നുണ്ട്. അത് സാവധാനം നടപ്പിലാക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാണ്. എന്നാൽ സിറോ മലബാർ സഭയുടെ ആസ്ഥാന മേജർ അതിരൂപത ആസ്ഥാനത്ത് 21 വൈദികർ അതിക്രമിച്ച് കയറി നടത്തിയ ഗുരുതരമായ അച്ചടക്ക ലംഘനത്തിന് കടുത്ത നടപടികളിലേക്ക് വത്തിക്കാൻ നീങ്ങുന്നതായാണ് വാർത്തകൾ വരുന്നത്. ഇത് സംബന്ധിച്ച് സഭാ നേതൃത്വത്തോടും അതോടൊപ്പം ന്യൂൻഷിയോടും റിപ്പോർട്ട് തേടിയതായി അറിയുന്നുണ്ട്. സഭാതലവന്റെ സ്ഥാനീയ അതിരൂപത ആസ്ഥാനത്ത് നടന്ന വിമത ആക്രമണത്തെയും ബസിലിക്ക മുറ്റത്ത് വെച്ച് നടന്ന പ്രതിഷേധ കുർബാനയെയും അപലപിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെയും വിദേശത്തുമുള്ള വിവിധ സഭാ നേതൃത്വങ്ങളും വത്തിക്കാനും കത്തയച്ചിട്ടുള്ളത്. അതിക്രമിച്ചു കയറിയ 21 പേർക്കെതിരെ സഭാ നടപടിയും സർക്കാർ നിയമ നടപടിയും അനിവാര്യമാണെന്നും അവരെ വൈദിക വൃത്തിയിൽ നിന്നും പുറത്താക്കണമെന്നും അല്ലാത്ത പക്ഷം ലോക കത്തോലിക്ക സമൂഹത്തിന് തന്നെ തെറ്റായ ഒരു സന്ദേശമായിരിക്കും ഇത് നൽകുക എന്ന ഉറച്ച നിലപാടിലാണ് പൗരസ്ത്യ കാര്യാലയം ഉൾപ്പെടെ വത്തിക്കാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇത് സംബന്ധിച്ച് ഒരു ഫ്രഞ്ച് മെത്രാൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് എസെൻഷ്യൽ. ഇത്തരം സാഹചര്യം കൂടി വരുമ്പോൾ ദുർബലമായ സഭാ നേതൃത്വം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത് എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, സഭാ തലവനും മാർ പാമ്പ്ലാനിക്കും എറണാകുളത്ത് സഭാവിശ്വാസികളിൽ ഒരാൾ പോലും പിന്തുണയില്ല എന്നതും അതിരൂപതയിൽ 1 വർഷം പിന്നിട്ടിട്ടും ഒരു കുർബാന പോലും അർപ്പിക്കാത്ത സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പിനെ ധീമതൻ എന്നല്ലാതെ എന്ത് വിളിക്കുമെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. എന്തായാലും മാർ പാമ്പ്ലാനിയുടെ ചാണക്യതന്ത്രം മൂലം തെറിക്കാൻ പോകുന്നത് സഭാതലവന്റെ തൊപ്പിയായിരിക്കുമെങ്കിലും പാമ്പ്ലാനിക്ക് തലവനാകാൻ സാധിക്കില്ല. 65 വയസ്സ് പ്രായപരിധിയുണ്ട് പാമ്പ്ലാനിക്ക്. വർഷങ്ങൾ കാത്തിരിക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും എന്തിനു വേണ്ടിയാണ് വിമതർക്കൊപ്പം സഭയെ തകർക്കാൻ കൂട്ടുനിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് ഒരു വിരമിച്ച മെത്രാൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും കത്തോലിക്ക സഭയിലെ ഒരു പ്രധാന സഭയുടെ സ്ഥാനീയ അതിരൂപത ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറിയ 21 വിമത വൈദികരുടെ കാര്യം കഷ്ടത്തിലാകാനാണ് കൂടുതൽ സാധ്യത. ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ അമ്പാനെ എന്നേ നേതൃത്വത്തോട് പറയാനുള്ളൂ.